ചേച്ചി എന്തോ വാ. ഇത്ര പെട്ടെന്ന് കറിയായാ? പിന്നെ ഒരു കറി വെക്കാൻ അത്ര സമയം വേണം. ഇടിമിടുക്കി. ക്ലീറ്റോ ചേട്ടനോടെ ക്ലീറ്റോ നേടം കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ആലോചിച്ചിട്ട് ഫോണില്ല കേട്ടാ. നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ വിളിച്ചാൽ മതി, എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ചെവി പൊട്ടിപ്പോ. ശരി ശരി ശരി. ക്ലീറ്റോ ചേട്ടാ രാവിലെ അവള് കറിയും കൊണ്ട് വന്നതാ. ചിക്കനാണോ മട്ടനാണോ? ചിക്കനാണ് മട്ടനാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കഴിക്കാം. വെജിറ്റബിൾ കറി. എന്തായാലും നിന്റെ വെജിറ്റബിൾ കറി അല്ലേ, എടുത്തോ തങ്കം. ചൂടോടെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ. ബെസ്റ്റ്. ഈ ക്ലീറ്റോൻ എന്ത് ചെയ്താ മതി? എന്ത്? ഞാനതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് മാവെടുത്ത് പുളിച്ചു പോണ്ടാന്ന് വിചാരിച്ച്. പോണ്ടാന്ന് പറഞ്ഞ കാരണം. അപ്പൊ ഭർത്താവ് പോയില്ല, വീട്ടിലുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് ചാവണം, അതാണ് നീ പറയണേ? എന്തൊരു ന്യായമാണ്. ക്ലീറ്റോ ഇല്ല വചനം പറയല്ലേ ക്ലീറ്റോ. എടി രാവിലെ ഞാൻ എഴുന്നേറ്റ് ഈ മനുഷ്യന് പുറത്തു പോകണം, നേരത്തെ പോണെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ ഷർട്ട് വടി പോലെ തേച്ചാന്ന് പറഞ്ഞാൽ അത് വടി പോലെ തേച്ച് മടക്കി വെച്ച് എന്നാൽ ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞത് മാവെടുത്ത് പുറത്ത് വെച്ച് ക്ലീറ്റോനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതേ കട്ടിലേൽ ഫോണും ചെയ്തുകൊണ്ട് കിടക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് പോവണ്ടെന്ന് പറഞ്ഞു, പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ. അപ്പൊ ഞാനോടത്ത് കിടന്നാ പിന്നെ അവിടെ മലക്കടപ്പ് കിടക്കുള്ളൂ, എഴുന്നേക്കൂല. 10-11 മണിയാകുമ്പോൾ മതിയല്ലോ എന്ന് ഓർത്താൽ ഞാൻ പിന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച്. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്ത് പോണില്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഇവിടെ കിടക്കണം. എടീ, ഒരു ഭർത്താവിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് കൃത്യമായിട്ട് ചെയ്യണതാണ് ഒരു യഥാർത്ഥ ഭാര്യ. എന്റെ പെങ്ങളെ കണ്ടു പഠിക്കുക. അവള് നോക്കാം, അവള് കനകന്റെ കാര്യങ്ങളെല്ലാം എന്ത് കൃത്യമായിട്ട് ചെയ്യണത്. അതിന് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കറി മാത്രമേ വെച്ചുള്ളൂ. ചേച്ചി ദോശ തരാന്ന് പറഞ്ഞു, ഞാൻ ദോശ വയ്ക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ബെസ്റ്റ്. അപ്പൊ നീയും ഇവളെ കൂടെ ചേർന്നിട്ട് ജോലിക്കള്ളിയായി. സത്യം ക്ലീറ്റോ ചേട്ടാ, ഈ ചേച്ചി എന്നെ കൂടെ മടിച്ചേക്കിയത്. ഇന്നലെ ഞാൻ പറഞ്ഞാണ് അരി ഉഴുന്നും വെള്ളത്തിലിടാന്ന്. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? വേണ്ടടി എനിക്ക് രാവിലെ ദോശ തരാന്ന് പറഞ്ഞാ ആ ദോശതാ. അല്ലായിരുന്നെങ്കിൽ മര്യാദക്ക് ഞാൻ ദോശ ഉണ്ടാക്കി എന്റെ ആങ്ങളെയും കൂടെ കൊണ്ടുവന്ന് കൊടുത്തേനെ. നിന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലല്ലോ. ദോശ ഉണ്ടാക്കും, വലിയ കഥ പറയാതെ. അനിയത്തിക്കുട്ടി ഏട്ടനൊരു കാര്യം ചെയ്യും. ദേ ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്, അതെടുത്ത് ഏട്ടനും കെട്ടിയവനും കൂടി ദോശ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ തെറ്റുകാരി, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം. അങ്ങനെ വേണ്ട, ഞാൻ കറി ഉണ്ടാക്കിയതാ. ദോശ ഉണ്ടാക്കും മര്യാദക്ക് പോയി. ഇല്ല 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 ഇല്ല, എനിക്ക് അലക്കാനുണ്ട്. പിന്നെന്താ മഹാ കുഴപ്പമായിട്ട് വരേണ്ടല്ലോ ഇപ്പം. നീ കുറച്ചേരം നിന്ന് നിന്റെ കൊണ്ട് തുണി അലക്കിപ്പിക്കും. ക്ലീറ്റോ ചേട്ടൻ പോയി ദോശ ഉണ്ടാക്കി. ഞാനാ എന്താ ഉണ്ടാക്കിയ കുഴപ്പം? ലില്ലിമോളെ, നീ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കറി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് അമ്മച്ചി ഉണ്ടാക്കണം അതുപോലെ തന്നെ ആയിരിക്കും. കഴിച്ചില്ലല്ലോ. കഴിക്കണ്ട, അതിൻ്റെ മണം എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മച്ചി ഉണ്ടാക്കും പോലത്തെ 2 സവാള ദോശയും 2 തേങ്ങാ ദോശ എനിക്ക് ഉണ്ടാക്കിത്താ. ഭയങ്കര ചൂടാണ് ക്ലീറ്റോ ചേട്ടാ. ഇപ്പൊ അടുക്കള വന്നിട്ട് ഇത്രയും സമയം ഞാൻ വന്നല്ലേ. നമ്മുടെ ഇവിടെ അടുക്കളയിലെ ഗ്യാസിൽ നിന്ന് വലിയ ചൂടൊന്നും ഉണ്ടാവൂല. തീയല്ലേ അവിടെ നിന്ന് വരുന്നത്. ചെല്ലടി. സവാള ദോശ 2. സവാള ദോശ ഇനി സവാള പൊളിക്കണം, അതിനൊക്കെ എന്നെ കൊണ്ട് വയ്യ. എല്ലാം മടിച്ച് പോകാതെ ഒരെണ്ണത്തിനൊന്നും വേവിക്കാൻ വയ്യ. ചുമ്മാ അല്ല ഹോട്ടലുകളുടെ എണ്ണം കൂടണത്. ഹലോ, അതെ ക്ലീറ്റസ് മത്തായിയാണ്. ഗ്രാമസഭ അത് നിങ്ങളെ മെമ്പറുടെ അടുത്ത് ചോദിക്കണം. അത് നിങ്ങളെ മെമ്പറുടെ അടുത്ത് ചോദിക്കും. ഞാനതും നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണത്. നിങ്ങളെ മെമ്പർ ആരാണ്? സുശീല. സുശീലയെ വിളിച്ച് ചോദിക്കും. എന്തൊരു കഷ്ടമാണ്. പാർട്ടിക്കൊരു വോട്ട് എന്ന് പറഞ്ഞ് പിന്നെ അവർ ചോദിക്കണം, എല്ലാ സംശയങ്ങൾക്കും മറുപടി നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ. ലില്ലുമോളെ ദോശ കരിയണം തോന്നുന്നു. സാറേ, എടേ നീ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണം, ചെറിയൊരു കേസ് സംസാരിക്കാനുണ്ട്. മഴവില്ലാടും കലങ്ങിന്റെ മുകളിൽ ഒരു തേരോട്ടം. രാവിലെ പറഞ്ഞ അടിക്കാന്ന് പറഞ്ഞ ഒരുത്തം വിളിച്ചു വരുത്തിട്ട് എന്തോ പണി. നിന്റെ അടുത്ത് ആ ബുള്ളറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് എന്താ നീ അങ്ങോട്ട് വരാനേ? അത് പിന്നെ 1-2 വണ്ടി അത്യാവശ്യമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ വരാം സാറേ. ഞാൻ എസ് ഐ കൂട്ടി ഇങ്ങോട്ട് വരണോ? അല്ല വേണ്ട, ഞാൻ വരാം, വന്ന് ശരിയാക്കാം. അല്ല വീട്ടിൽ പോയി ടൂൾസ് എടുക്കണം. ഞാൻ വന്നാളോ, ഉറപ്പായിട്ട് വരും സാറേ. നീ ഇങ്ങോട്ട് വരത്തല്ലേ? എന്ത് സാറേ, ഞാൻ വരാമെന്ന്. ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ ടൂൾസ് എടുത്തിട്ട് ടക്കനെ വരും. എളുപ്പോ? സാറേ ഇതോടെ പോന്നു. നിന്റെ മച്ചമ്പി പറയേ വീട്ടിലുണ്ട്. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. വിളിച്ചാൽ കിട്ടും. അവിടെ ഉണ്ടോ? വീട്ടിലുണ്ട്. ഞാൻ ഇറങ്ങുമ്പോണ്ടായിരുന്നു. വിളിച്ചു നോക്കട്ടെ.
ഫോൺ എടുക്കുന്നില്ലല്ലോ എന്തായാലും. ആ ക്ലീറ്റോ എന്തായാലും അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു. നീ ഒന്നും ഇങ്ങോട്ട് വരാനുള്ള സമയമല്ലേ നിനക്ക്? ആളിയെ ഇപ്പൊ അങ്ങോട്ട് വരാനുള്ള സമയമില്ലല്ലേ, വേറെ കുറെ അർജന്റ് പരിപാടിയായിട്ട് നടക്കുവാണ്. ഞാൻ വിളിച്ചതേ ആ നമ്മുടെ പാർട്ടി ഓഫീസ് പെയിന്റ് ചെയ്യണതിന്റെ വർക്ക് നീ മറ്റേ നസീറിനെ ഏൽപ്പിച്ചാ, നിന്റെ മാമാടെ മോനെ? ഓ അവനാവുമ്പോ നല്ല വൃത്തിയായിട്ട് ചെയ്യുമല്ലോ. അല്ല സാറേ, അത് വേണ്ടാന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അതെന്താളിയാ? അതിൽ കാര്യമുണ്ട്. ആ അതായത് ഇപ്പം നിന്റെ മാമാടെ മോനെ നീ ആ പണി ഏൽപ്പിക്കുമ്പോൾ നീ ഒന്നാമത് സ്ഥലത്തെ ഒരു മെമ്പർ, ആ പിന്നെ നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ്. ആ അപ്പൊ അവന് ആ പണി കൊടുക്കുമ്പോൾ അതിലെന്തോ അഴിമതി ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തോന്ന് അഴിമതി കളിയാ? ഇത് പഞ്ചായത്തിന്റെ വർക്കൊന്നും അല്ലല്ലോ, നമ്മുടെ പാർട്ടി ഓഫീസിന്റെ വർക്കല്ലേ ഇത്. പാർട്ടിയിൽ അണികൾ ഒരുപാടില്ല സാറേ. ഓ ഈ അണികളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? നമ്മളൊക്കെ ഒഴിക്ക വിയർപ്പാണ് ഈ അണികളൊക്കെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു സംഭവം അഴിമതി തന്നെ. അവന് നിനക്ക് പേര് ദോഷം ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തൽക്കാലം നസീറിനോട് നീ ആ പണി ഇല്ലാന്നൊന്ന് പറഞ്ഞുതരാം. അല്ല അതിപ്പോ അളിയൻ പറഞ്ഞ ഞാൻ എന്തും പറഞ്ഞേക്കാം, അത് വേണ്ടെന്ന് വെക്കാം. അത് ശരി. അപ്പൊ അളിയ ഇത് വേറെ ആർക്ക് കൊടുക്കാനുള്ള പരിപാടിയാ? ഇത് നമുക്ക് റൊണാൾഡിന് കൊടുക്കാനായിരിക്കും. അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആ പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഈ പരിപാടി കൊടുക്കാം. ഓ ഇത് പിന്നെ അളിയ എന്തോന്ന് ചെയ്യും. ആ ശരി. അപ്പൊ ഞാൻ അത് വിട്ടേക്കാം, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേക്കാം. ശരി ഓക്കെ. എന്ത് സംഭവം? എടേ പാർട്ടി ഓഫീസ് പെയിന്റ് അടിക്കാൻ ഉണ്ടായിരുന്നു, അതിന്റെ കൊട്ടേഷൻ ഞാൻ എന്റെ മാമാടെ മോനില്ലേ അവന് കൊടുത്തു, നസീറിന് കൊടുത്തു. അപ്പൊ അഴിമതിയാണെന്നത് എനിക്ക് ചീത്തപ്പേര് വരുമോ? ഇത് അതൊന്നുമല്ല കാരണം. ഇത്തവണ 25,000 രൂപ ഫണ്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് ചീത്തപ്പേരുണ്ടാവുന്ന കരുതിയിട്ടൊന്നുമല്ല. അങ്ങനെ വരാൻ വഴിയില്ല, മച്ചമ്പേര് നല്ല മനുഷ്യനല്ലേ. ഓ ആയിക്കോട്ടെ, നല്ല മനുഷ്യൻ തന്നെ. നീ അങ്ങോട്ട് പോകുന്നു? വർക്ക്ഷോപ്പിൽ എനിക്ക് ടൂൾസ് എടുത്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസുകാർ ഇപ്പൊ വരട്ടിട്ട് പോയുള്ളൂ. ഇല്ല ഞാനിപ്പോ അങ്ങോട്ട് പോകും. ഒരു ലോക്കൽ പെയിന്ററേയും കുറച്ച് ലോക്കൽ പെയിന്റും വാങ്ങിച്ച ഒരു 10,000 രൂപ കയ്യിരിക്കും. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്, നിനക്ക് ഈ പണി ചെയ്യാൻ പറ്റൂല്ലേ? പൊന്നു വെച്ചപ്പോ എനിക്ക് ഇതേപോലെ ഡയറിക്കകത്ത് കള്ളക്കണക്കൊന്നും എഴുതാറിയതില്ല. എടാ വലിയ വർത്താനം പറയല്ലേ. ഞാൻ ചോദിച്ചതല്ല, ആ പാർട്ടി ഓഫീസ് പെയിന്റ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റൂല്ലേ? അത് പറ. അടുത്ത ആഴ്ചയാണ് ഞാൻ ഓക്കെ. ഈ ആഴ്ച തീരെ സമയമില്ല. പോലീസ് സ്റ്റേഷനിൽ 2-3 ബുള്ളറ്റ് ഇരിക്കുന്നു, ശരിയാക്കി കൊടുത്തില്ല. ASI കാണുന്നിടത്ത് വെച്ച് വെട്ടിയിടിക്കും. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ മതിയോ? അടുത്ത ആഴ്ച ഏതെങ്കിലും പാർട്ടി ഓഫീസ് പെയിന്റ് ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഞങ്ങളെ പാർട്ടി ഓഫീസ് ഈ 2 ദിവസത്തിന് അത് പെയിന്റ് അടിക്കണം. അതിന് പറ്റുമോ ഇല്ലെന്ന് നീ പറയാം. ഈ ആഴ്ച എന്തായാലും നടക്കും. നടക്കുകയാണെങ്കിൽ നീ നിന്റെ ജോലി പോയി പോ. പിന്നെ ഈ പെയിന്റിങ്ങിനൊക്കെ നാട്ടിൽ ഇപ്പോൾ എത്ര കൂലി എങ്ങനെ സാധാരണ? 1000 രൂപ. 1000 കുറയില്ലേ? 500 രൂപയ്ക്ക് ചെയ്യും. പക്ഷെ ഉച്ചവരെ പണി. എൻ്റെ മച്ചമ്പി 1000 അല്ല 900. അതിൽ കുറച്ചൊക്കെ ഒരു പെയിന്ററെ കിട്ടത്തില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നില്ലേ. ഞാൻ നോക്കിക്കോളാം. ഈ നക്കിത്തരം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. എസ്റ്റിമേറ്റ് 25,000 ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ട് പൈസ വാരി കൊടുത്ത് ചെയ്യിപ്പിക്കാലോ. ഈ 25,000 എന്നുള്ളത് നേരെ വരൂല. അത് മേൽഘടകത്തിൽ നിന്ന് കീഴ്ഘടകത്തിലേക്ക് വരുമ്പോൾ 25,000 എന്നുള്ളത് 20 ആവും. അത് പിന്നെ പണിക്കാരിലേക്ക് ചെല്ലുമ്പോൾ 15,000 ആവും. അതെ, 15-ന് പണിയണോ 20-ന് പണിയണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനം. നീ ഇതിന്റെ പണി നോക്കി പോ. ഇല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു കാര്യത്തിന് അവന് ഉപയോഗപ്പെടൂല. നീ എങ്ങനെ പത്രം വായിക്കണത്? എനിക്ക് പത്രം വായിക്കണ അത്ര അരിശം വേറെ ഒന്നും ഉറക്കം വരും. അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ഒരു ലോകവിവരം ഇല്ലാത്തത്. എനിക്കുണ്ടല്ലോ. എന്തിപ്പോ ലോകവിവരത്തിന് എന്താ സ്വർണ്ണക്കടയുടെ ഓഫർ നോക്ക്. എന്താ നമ്മുടെ കയ്യിലുള്ള പൈസ ഇല്ലേ, എത്ര രൂപന്ന് വെച്ചാൽ അത് മാസം മാസം അടക്കുവാണെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര രൂപ അടച്ചിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള സ്വർണ്ണം എടുക്കാം. ഓഫർ എന്താണെന്നറിയോ? പണിക്കൂലി ഇല്ല. മാസാമാസം ഈ പൈസ അവിടെ കൊണ്ടുവന്ന് അടച്ച് സ്വർണ്ണം എടുക്കാൻ ചെല്ലുമ്പോ ആ കട അവിടെ ഇല്ലെങ്കിലോ? അപ്പൊ ഒരു പണി ഫ്രീ. അതാണ് പണിക്കൂലി ഫ്രീ. അയ്യോ 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 എന്റെ പൊന്നേച്ചി, എന്തൊരു നല്ല കാര്യം പറഞ്ഞാലും ക്ലീറ്റോ ചേട്ടാ പറഞ്ഞ സത്യമാണ്. ചേച്ചിയുടെ ഈ വായുന്നില്ലേ നെഗറ്റീവ് അല്ലാതെ ഒന്നും വരും. ഞാൻ ഇപ്പൊ പറഞ്ഞത് നെഗറ്റീവ് അല്ല. എന്തായാലും നമുക്ക് അതൊന്നും മേടിക്കാൻ പറ്റൂല. വെറുതെ എന്തിനാണ് ഈ പത്രത്തിലോട്ട് നോക്കിയിരുന്ന് കൊതിച്ച് മനസ്സ് വിഷമിക്കുന്നത്? ചേച്ചി ഒരു മാസം ഒരു 500 പോട്ട് ഒരു 250 രൂപ വെച്ച് അടക്കാൻ പറ്റത്തില്ലേ? പിന്നെ മാസം 250 രൂപ വെച്ചാ 12 മാസം കൊണ്ട് എത്ര രൂപയാകും? എന്തെങ്കിലും ആവട്ടെ. 250 രൂപ വെച്ച്
1 മാസം അടച്ചാ 12 മാസം എത്രയാവും? കണക്കെന്നോട് ചോദിക്കും. എനിക്ക് കണക്കറിയാം. 4 മാസം ആവുമ്പോ 1000 രൂപ ആവുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, ഒരു ഗ്രാം വാങ്ങിക്കാമല്ലോ, ഒരു ഗ്രാം വാങ്ങിക്കാമല്ലോ, കുറച്ച് പൈസ കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വളർന്നു വരുന്നത് പെണ്ണുങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും കരുതി വെച്ചാൽ അവരുടെ കാര്യത്തെ ഒതുങ്ങും. എന്തോത്തക്കും അവരൊക്കെ വളർന്നു വലുതാകുമ്പോഴത്തേനും ഈ സ്ത്രീധനം എന്ന് പറയുന്ന പരിപാടിയൊന്നും ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും? സ്വർണം മാറും, സ്വർണം മാറും. എന്നിട്ട് എന്ത് വരുമെന്നറിയോ? വജ്രം, പിന്നെ മറ്റേ രത്നങ്ങള്, അതൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വെച്ച. പിന്നെ നിനക്ക് ഈ സിമന്റ് പൂശ് മാലൂം ഹേ? वो पूछ मालूम नहीं है മാലൂം നേ? പഠിക്കോ പഠോ? ഇതൊരു കാം തരാം. പഠിക്കാം ഇവിടെ എല്ലാം പൂശണം. പഠിച്ച് നോക്കാം ചേട്ടാ. നോക്കണം, എല്ലാ പണിയും പഠിച്ചിരിക്കണം കേട്ടോ. ഇന്നിപ്പോ പെയിന്റിങ് മട്ടുമല്ലേ ഉള്ളൂ. ഇന്നിപ്പോ പെയിന്റിങ്. അത് പറ്റും. ഓ എന്റെ കർത്താവ്, എന്തൊരു ചൂടാന്ന്. ഇതാരാ ക്ലീറ്റോ ചേട്ടാ? ഇതാണ് പവൻ കുമാർ, ആസാം. പാർട്ടി ഓഫീസ് പെയിന്റ് ചെയ്യാനായിട്ട് ഒരു കൊട്ടേഷൻ ഉള്ളു. അപ്പൊ ഇവനാണത് ചെയ്യണത്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ? നമ്മുടെ ഗേറ്റ് ഇല്ലേ, കുറേ നാളായി ആ ഗേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പരാതി പറഞ്ഞു, അത് കളർ ഒരുമാതിരി ഇതായിട്ടിരിക്കണം. അപ്പൊ അതൊന്ന് പെയിന്റ് അടിപ്പിക്കാം. നല്ല കാര്യം. വീട് ഇങ്ങനെ കിടക്കുന്നത്, ഇനി പെയിന്റ്. എടി വീട് എന്ന് പറഞ്ഞ ഇറങ്ങിയാലല്ലേ പിന്നെ ഇവിടെ ആദ്യം കാണുന്നത്. പിന്നെ മാത്രല്ല ഇവിടെ ഇറങ്ങി ഇവിടത്തെ തരുണിമണികളുടെ മുഖം കണ്ടു കഴിയുമ്പോ പിന്നെ ആ കുറവെല്ലാം അങ്ങ് നഗരും. അപ്പോഴേ പിന്നെ ഇവനിവിടെ കാണും പണി ചെയ്യാനായിട്ട്. കാണുന്നതൊക്കെ കൊള്ളാം, അതിന് പൈസ കൊടുക്കണം പണിയെടുത്തിട്ട്. ബംഗാളിനെ പറ്റിച്ചു എന്നുള്ള ചീത്തപ്പേരെ ഇനി ഇല്ലാത്തുള്ളൂ. അതെ, ഇതിപ്പം അവിടുത്തെ പണിയിൽ ഫ്രീ ആണ്. പാർട്ടി ഓഫീസ് അടിക്കണതിന് ഈ ഗേറ്റ് അടിക്കുന്നത് ഫ്രീ ആണ്. അത് എല്ലായിടത്തും ഉണ്ട്, ഒന്നിനൊന്ന് ഫ്രീ. हेलो सोना, हेलो मैं क्या बोला वो कभी कभी मेरे को फोन नहीं मारो तो मैं काम करने के लिए इधर केरला में आया. अभी फोन कट करो, मैं वापस कॉल करेगा तुमको. सॉरी ना बेबी. ഭാര്യ സോന, അവന്റെ ഭാര്യ. അതിങ്ങനെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുന്ന ഒരു പെണ്ണാ. ഫോൺ വിളിയൊക്കെ നിർത്തിയിട്ട് പണിയെടുക്കുവോ? അതൊക്കെ ചെയ്യും. എല്ലാം അറിയാമോ ഗീറ്റാ? നിങ്ങൾക്ക് അറിയാമോ പെയിന്റ് ഒക്കെ ചെയ്യാനായിട്ടുള്ള? അറിയാമോ? എല്ലാ ജോലി അറിയാം ചേച്ചി. മലയാളം അറിയാമോ? മലയാളം അറിയാം, ഹിന്ദി അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, പണിയെല്ലാം അറിയാം, പെയിന്റിങ് അറിയാം. ചേട്ടൻ പൂസലെല്ലാം പഠിപ്പിച്ചു എനിക്ക്. ഞാനേ ഈ സിമന്റ് പൂശാനും കൂടെ പഠിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ പണി ഒരു ദിവസം പണിയില്ലാത്ത ദിവസം വിളിച്ചാൽ നമുക്ക് ഇതൊക്കെ അങ്ങ് പൂശി ചെയ്യിച്ചുകൂടെ അവനെ കൊണ്ട്. അതിന് സാധനങ്ങളും മേടിക്കണം. അതൊക്കെ കൊടുക്കാം, മേടിച്ചു കൊടുക്കാം. അതല്ല പാർട്ടി ഓഫീസിലുണ്ട്. നമ്മൾ അവിടെ ഇച്ചിരി പൂശി വരുമ്പോഴേ ഇവിടെയും പൂശുള്ളൂ. അവിടെ പെയിന്റിങ് വരുമ്പോഴേ നമ്മൾ ഇവിടെ പെയിന്റ് അടിക്കും. അപ്പോ ഇവന് വേണ്ടത് ഒരു ബക്കറ്റ് കൊടുക്കണം, ഒരു മഗ് കൊടുക്കണം, കുറച്ച് വെള്ളം കൊടുക്കണം. അത് തരും. പണിയാ എല്ലാം അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പെയിന്റ് ചെയ്ത് ഇതെല്ലാം ചെയ്യാൻ ചേട്ടാ. ഇതല്ല ചെയ്യാനുള്ളത്. ആ ഗേറ്റ് ഞാൻ കാണിച്ചെന്ന ഗേറ്റ്. ആദ്യം കുറച്ച് സാപ്പാട് അത് കൊടുക്കാം. തരും. ആദ്യം ജോലി ചെയ്യാം കേട്ടാ. ആ ഗേറ്റ് വൃത്തിയാക്കാം. എനിക്ക് അത്യാവശ്യം വേറെ 1-2 കാര്യങ്ങളോട് സെറ്റ് ചെയ്യണ്ട. പാർട്ടി ഓഫീസിൽ അടിക്കാനുള്ള പെയിന്റ് കുറച്ചുകൂടെ വാങ്ങാൻ. ഇവിടെ വെച്ചോ, അവിടെ വെക്കാം. ബക്കറ്റ് എടുത്തോണ്ട് വരാം. ശരി, അവിടെ വെക്കാം. ശരി, പണി പെട്ടെന്ന് ചെയ്തോളണേ. ചെയ്യാം. നല്ല വൃത്തിയായിട്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളണേ നിങ്ങൾ ആരെങ്കിലും. ഞാൻ പോയി എന്നാ ബക്കറ്റ് എടുത്തു കൊടുക്കട്ടെ. ഇവിടെ ഉണ്ടാടി കൊള്ളില്ലാത്ത ബക്കറ്റ്? ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? നല്ല ബക്കറ്റേ ഉള്ളൂ. हेलो, ये सोना मैं क्या बोला, कभी कभी फोन नहीं मारो. मैं दूसरा अकेला महीना 20 तारीख में उधर आएगा ना. वो क्या बात है तुम्हारा? क्या ऐसा बोलेगा तो क्या करूं? ये मैं पूरा लेके आएगा. तुमको केरला में क्या क्या मिलेगा वो पूरा मैं लेके आएगा तुमके लिए. ओके, मैं बोले ना अकेले महीने 20 तारीख में मैं उधर ही पहुंचेगा. ओके, कट करो, बाद में बोलेगा. ओके, हाँ बोलो, मैं सुनता है ना. देखो मैं जल्दी आएगा, जल्दी आके तुमको क्या क्या चाहिए वो पूरा मैं लेके आएगा. हाँ बोलो. साहब अच्छा है, साहब इधर ही आके मेरे को बोला खाना खाओ, बाद में काम करो, काम करके करके खाना खाओ बोला. आएगा 20 तारीख में आएगा, तुमको क्या क्या चाहिए पूरा लेके आएगा. अभी देखो मोबाइल फोन, नया वाला मोबाइल फोन लेके आएगा. तुमको एक नेकलेस भी लेके आएगा, पूरा लेके आएगा. कुछ टेंशन मत करो ना, मैं आके तुमको पूरा देगा. अभी साहब आके पेंट करने का बोला. कौन बोला? वो बड़ा साहब बोला. बड़ा साहब है ना, वो वाइट एंड वाइट चश्मा वाला, ग्लास वाला. वो സാർ പറഞ്ഞു പെയിന്റ് അടിക്കാൻ പറഞ്ഞു. ഉണ്ടാക്കണേ തടി സാറ് പറഞ്ഞു പെയിന്റ് നല്ല ജോലി ചെയ്യാൻ പറഞ്ഞു. മലയാളം മലയാളം അറിയാം. പെയിന്റ് അടിക്കാൻ പറഞ്ഞു.
ഇങ്ങനെയാണോ പെയിന്റ് അടിക്കുന്നത്? ഇങ്ങനെയാണ് ഞങ്ങൾ ബംഗാളിൽ അടിക്കുന്നത്. ഇതെന്തിനാ വെച്ചേക്കുന്നേ? ചേട്ടാ അത് പുതിയ ബ്രഷ് സെറ്റായി പെയിന്റ് ആക്കി സീറ്റ് ആക്കിയാ ശരിയാവില്ല. അതുകൊണ്ട് അത് ഇത് മതിയല്ലോ. ഇത് നമ്മളിങ്ങനെ തേച്ച് വിട്ടാ മതി, കളറായില്ലേ. ഇതൊക്കെ എന്തോടാ വൃത്തി മനയില്ലാതെയാണ് ചെയ്യണത്? അത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ആക്കിയാൽ ശരിയാവും. ഇപ്പൊ ശരിയായി. ഇപ്പൊ ഇനി മൊത്തം അടിക്കാം. ഇതെന്ത് പെയിന്റാ ഇത്? ഇത് എന്ത് പെയിന്റാ ഇത്? ഇത് तड़ी चश्मा वाला मैदान में बड़ा सा वो बोला ये पेंट लेके आओ मारवाड़ी को करो അങ്ങനെ കരാൻ പറഞ്ഞു. മതി ബസ് ബസ്. ഓ. ആ ഹലോ, എന്തോടാ കാണിച്ചു വെച്ചേക്കണേ നീ? കാര്യം പറയാൻ തന്നെ പോണത്. നീ വീടിന് മുമ്പ് എന്ത് കുളം കേട്ടാ ഒരുത്തനെ ഏൽപ്പിച്ചേക്കണത്? പെയിന്റ് അടിക്കണ? എടാ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. എന്റെ വീടിന് പെയിന്റ് അടിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പെയിന്റ് അടിപ്പിച്ചോളാം. ഞാൻ പാർട്ടിയുടെ ഔദാര്യം എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് അവനോട് അടിച്ച് പോകാൻ പറയണത്. ഇല്ല ഞാൻ എടുത്തിട്ട് ഇടിക്കുവനെ. അവൻ ബ്രഷ് മാറ്റി വെച്ചേക്കണ്. ബ്രഷിൽ പെയിന്റ് പറ്റുന്നു. ഇത് പെയിന്റ് ഒന്നും അല്ല, നിന്റെ പാർട്ടിയുടെ ചുവരെടുത്ത സാധനമാണ്. അത് പൊടിയാണ്, കുമ്മായ പൊടിയാണ് അത്. നാണക്കേടാണ്. നീ അതിന് ബഹളം വെക്കണ്ട. നീ ആ ഫോൺ ആ ബംഗാളി ബായിരെ കൊടുക്ക്. ആ കൊടുക്കാം കൂടെ. എടാ ഫോൺ എടുക്കാൻ വരുത്. ഹലോ ഹലോ സാബ്. എടേ ബായി, നീ എന്ത് പണിയാണ് അവിടെ കാണിക്കുന്നത്? ये साहब बोला काम मत करो, काम बंद करो. हाँ बंद करो जाओ बोला. खाना भी नहीं मिला, अभी क्या करूं? ബായി തും നീ കാം സ്റ്റോപ്പ്. ओके ओके मैं इधर ही रुकेगा. നിന്റെ ബോസ് നടരാജൻ, നിന്റെ നടരാജൻ അങ്ങോട്ട് വരും. വരുമ്പോൾ നടരാജൻ പാർട്ടി ഓഫീസ് പെയിന്റ് എടുത്തോണ്ട് വാ വാ വാ. मैं इधर ही होगा. ഇനി പണി വേണ്ട. ओके साहब. ഓ ശുക്രിയ. ഓക്കെ. ഫോൺ ഇട. എന്റെ നടരാജ, നീ എന്ത് പണിയാണ്ടേ കാണിച്ചത്? എനിക്ക് പണി തരാനാണ് നീ ഈ ഒരു ബംഗാളിയെ കൊണ്ട് തന്നിട്ട് പോയത്? അവന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് ഒരു പുണ്ണാക്കര് പറഞ്ഞുകൂടാ. അവൻ വേസ്റ്റ് മുക്കിയിട്ട് പെയിന്റ് അടിക്കണെന്ന്. ബ്രഷ് ചീത്താവുന്നു, ബ്രഷ് എടുക്കാതെ അവിടെ വെച്ചേക്കണെന്ന്. എവിടെ നിന്ന് കിട്ടി നിനക്ക് അവരെയൊക്കെ? ഒരു ബഡ്ജറ്റിന് ഇത്രയൊക്കെ കിട്ടുള്ളൂ. ബഡ്ജറ്റ് എന്നാലും പെയിന്റിങ് എന്താണെന്ന് അറിയെങ്കിലും വേണ്ടേ? അവൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു പെയിന്റിങ്. ബ്രഷ് എടുക്കാതെ പെയിന്റ് ചെയ്യണം. ലോകത്തിലെ ആദ്യത്തെ വ്യക്തി അവനായിരിക്കും. ഒരു കാര്യം ചെയ്യ്, നീ എത്രയും പെട്ടെന്ന് നേരെ അവിടെ ചെന്നിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ അവനെയും കയറ്റി ആ പെയിന്റും എല്ലാം കൂടെ ഇങ്ങോട്ട് പോരും. ഇനിയിപ്പോൾ നാളെ ബാബുവിനെ കൊണ്ട് ഇവിടെ പെയിന്റ് ചെയ്യും. ഇതിപ്പോൾ അവനെ വെച്ച് പ്രതീക്ഷിച്ച് പെയിന്റ് ചെയ്ത് നിന്നാൽ ഇതൊന്നും നടക്കൂല. ബാബുവിൻ്റെ കൂടെ അവനും കൈയാളായിട്ട് നിന്നോട്ടെ. അപ്പോൾ ഇന്ന് അവൻ ഇവിടെ കിടന്നോട്ട്. ആ നായര കടന്ന് ഭക്ഷണം വല്ലതും വേണം മേടിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം ഇരട്ടി ചിലവായതിപ്പം. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പെട്ടെന്ന് പോയിട്ട് വാ. ഇങ്ങനെ കുറെ തോൽവികൾ. ബാബു, ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊക്കെ ജീവിതത്തിൽ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ എന്നിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഒന്ന് രണ്ട് കേസുകളല്ല, ഒരുപാട് കേസുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിന്നോടിത് പറയണത്. ഇപ്പം ഈ ഇവിടുത്തെ പാർട്ടി ഓഫീസ് പെയിന്റിങ്ങിന് വേറെ ഒരുപാട് പേര് പിടിവലി കൂടണുണ്ട്. അതിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഞാൻ നടരാ നീ ഇവിടെ വന്നിരിക്കണം. അതെ, ആ ചെറുക്കനവിടെ അവൻ ബംഗാളി അവൻ അവിടെ കാണും. ഞാൻ അങ്ങോട്ട് കയറിയില്ല. കയറി അവനെ വിളിച്ചോണ്ട് അവിടെ പണി ചെയ്യണ്ടേ? അതിനല്ലേ ബാബു വന്നേക്കണേ. പോയി വിളിച്ചുണർത്തിട്ട് കൊണ്ടുപോവാ. ബാബുവേ, ബാബുവിന് ചായ വേണോ? ചായ വേണം പറഞ്ഞാൽ. അപ്പോൾ സംഭവം നേരിട്ടാ 2 ചായ. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി ഓഫീസ് പെയിന്റിങ്ങിന് ആൾക്കാർ പിടിയും വലിയും കൂടി നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് നിന്റെ പെയിന്റിങ്ങിന്റെ എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷെ ഞാൻ പിടിച്ച പിടിയാലെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ബാബു നമ്മളെ പാർട്ടിയിലെ വേണ്ടപ്പെട്ട റാണിയാണ്. ഈ പെയിന്റിങ് ബാബു തന്നെ ചെയ്യും. ആ ബാബു പൈസ നോക്കാതെ തന്നെ ചെയ്യുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാബു എന്തെങ്കിലും നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടി ഓഫീസാണ്, വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് എന്ന നാട്ടുകടപ്പനുസരിച്ച് ഞാൻ മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യും. എന്റെ പൊന്നു നേതാവേ, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് 1000 രൂപ കൂലി ചോദിക്കുന്നത് കൂടുതലാണ്. അല്ല, എന്നാലും നമ്മളെ പാർട്ടിക്ക് വേണ്ടിയല്ലേ, നമ്മളെ DDTക്ക് വേണ്ടിയല്ലേ, നമുക്കെല്ലാം ഇരിക്കാൻ വേണ്ടിയല്ലേ ബാബു. അപ്പൊ 1000 എന്നുള്ളത് ഒരു പകുതിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ബാബു സഹകരിക്കണം. പിന്നെ നിനക്ക് കൂടെ സഹായിയായിട്ട് ഒരു ചെറുക്കനുണ്ട്, ബംഗാളിയും കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അവൻ കൂടെ നിന്നോട് നിൽക്കും. അവന് പണിയൊക്കെ അറിയാമോ? അവൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പയ്യനാണ്. മതി. ആ പണി അറിയാം. ഇല്ലെങ്കിൽ നീ പഠിപ്പിച്ചോട് കേട്ടാ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. എന്തായി അളിയന്റെ പെയിന്റിംഗ് ഒക്കെ? അളിയന്റെ പെയിന്റിങ് എന്താ നീ ഒരുമാതിരി ആക്കി വർത്താനം? നമ്മളെ പാർട്ടി ഓഫീസിന്റെ പെയിന്റിംഗ് എന്ന് പറയാൻ സാറേ, ഇപ്പൊ എന്തായാലും ഞാൻ കേന്ദ്ര അപ്പക്കുട്ടൻ സാറുമായിട്ടൊക്കെ സംസാരിച്ചപ്പം നമ്മളെ പാർട്ടിയിലുള്ള ഒരു അണി തന്നെ അത് ചെയ്യട്ടെ, ബാബു ചെയ്യട്ടെ എന്ന് ചെയ്തോളാൻ പറഞ്ഞു.
പിന്നെ ബാബു നിനക്ക് ഞാനൊരു ഓഫർ തരികയാണ്. ഈ പണി നീ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നിനക്ക് ഞാനൊരു ഗംഭീര പണി പിടിച്ചു തരും. എന്ത് പണി? അതായത് ഭരണം ഇനിയിപ്പോ അടുത്ത വർഷം നമ്മുടെ കയ്യിലേക്ക്. അതാണ്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ പെയിന്റിങ് നിനക്ക് ഞാൻ തരും ബാബു. ഇത് എന്റെ ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഭരണം 5 വർഷം തീർന്നവരെ നിനക്ക് അവിടെ പെയിന്റ് ആവശ്യമുള്ള ഏരിയ കിടക്കല്ലേ പെയിന്റ് അടിച്ച് കാര്യമൊക്കെ ശരി തന്നെ. ഇതായിരിക്കുന്നത് അൻസാർ മെമ്പർ പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ചപ്പം ആ പഞ്ചായത്ത് ഓഫീസ് എനിക്ക് പെയിന്റിങ്ങിന് തരാന്ന് പറഞ്ഞതാ. പുള്ളി സ്വന്തം അളിയന് കൊടുത്ത്. അത് അന്നത്തെ അൻസാറിന്റെ സാഹചര്യം മോശമായിരുന്നു. അന്ന് അളിയൻ ആ പെയിന്റിംഗ് കൊട്ടേഷൻ പിടിച്ച് കൊടുത്തില്ലെങ്കിൽ ചില അൻസാറിന്റെ കിടപ്പ് തന്നെ വീടിന് പുറത്തായിരുന്നു. ചില സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോകും ബാബു. ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. അതെ ബാബു. ഇത് ബാബുവിന് വിളിച്ച കൊട്ടേഷനാണ്. അത് ബാബു ചെയ്യും. അവനോട് ഇല്ല, അവനും ഇല്ല, അവന്റെ ബാഗും ഇല്ല, ആട് കിടന്നെടുത്ത് ഒരു കൂട പോലും ഇല്ല. അവൻ പോണെങ്കിൽ പോട്ട് നമ്മളെ വാങ്ങിച്ച പെയിന്റും സാധനങ്ങൾ അതെടുത്തോണ്ട് വാ. അതുമില്ല. അതുമില്ലേ? അതുമില്ല. എന്റെ കർത്താവേ, ഈ വായി നോക്കിയത് എവിടെ പോയിട്ടുണ്ട്? നമ്മളാ ബംഗാളി ചെറുക്കൻ ഇവിടെ എങ്ങനെ വന്നാ? ബംഗാളി ചെറുക്കനോ? അയ്യോ, ഇന്നലെ രാത്രി ഇവിടെ വന്ന് അവരെ വയറ് നിറച്ച് പുട്ടടിച്ചിട്ട് പോയിട്ട് പൈസ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ പാല് മേടിക്കാൻ ജംഗ്ഷനിൽ ചെന്നപ്പോണ്ട് ഒരു തലയിൽ പെട്ടിയും വെച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ പോടാന്ന് ചോദിച്ചപ്പോണ്ട് ഒന്നും മിണ്ടാതെ ബസ്സും പിടിച്ച് കയറിപ്പോയി. അളിയാ, പാർട്ടി ഓഫീസ് പെയിന്റ് അടിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന 10-12,000 രൂപ പെയിന്റും കൊണ്ടാണല്ലോ വായി നോക്കി മുങ്ങിയത്. അളിയാ, നമ്മളിനി എന്ത് ചെയ്യും? മേൽഘടകത്തിനോട് എന്ത് സമാധാനം പറയും? നമ്മളല്ല, അളിയൻ. എനിക്ക് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സഹായിക്കാൻ വന്നതല്ലേ. എന്നിട്ടിപ്പോ എന്തിനായി? മൊത്തം പേരുദോഷം അളിയന് കിട്ടിയില്ലേ? എന്റെ പൊന്നളി, അളി ഇങ്ങനെയുള്ള നന്മ ഇനി ചെയ്യാൻ നിൽക്കല്ലേ. എന്റെ പൊന്നു നന്മമരമേ. Aliens.